എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നമുക്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് നിറയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇവിടെ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഏതെങ്കിലും ഒരു മീൽ സ്കിപ്പ് ചെയ്തിട്ട് ഇത് ഉപയോഗിച്ചാൽ വളരെ നല്ലത് തന്നെയാണ്. കണ്ടു നോക്കിയാലോ. ഈ ഡ്രിങ്കിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ആവശ്യമുണ്ട്. വാൾനട്ടും ബദാമും അതുപോലെ തന്നെ കാഷ്യൂനട്ടുമാണ് എടുത്തേക്കുന്നത്. ഞാൻ എല്ലാം ഒരു 10 പീസ് അളവിൽ എടുത്തിട്ടുണ്ട്. ഒരു 4 പേർക്ക് കുടിക്കത്തക്ക രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇവ നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ വേണമെങ്കിലും അരച്ചെടുക്കാം. ഞാനിവിടെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഷേക്കിലോട്ട് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 8 പീസ് ഡേറ്റ്സ് കുരിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ആവശ്യമായിട്ടുള്ള പാല് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഒരു 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് പാൽ ആദ്യം തിളപ്പിച്ചെടുക്കണം. ഇതിലോട്ട് ഞാൻ ഡേറ്റ്സും കൂടെ ചേർത്തിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഡേറ്റ്സ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഡേറ്റ്സ് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ആ പാലിലോട്ട് ആ ഡേറ്റ്സിലുള്ള മധുരം എല്ലാം ഇറങ്ങി വരികയും ചെയ്യുമല്ലോ. അപ്പോൾ ഡേറ്റ്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് ചെറുതായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ നട്ട്സൊക്കെ പൊടിച്ചു വെച്ചിരുന്നല്ലോ, ആ ഒരു കൂട്ടും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ വേറെ കോൺഫ്ലവർ ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ പാല് നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. ഈ നട്ട്സ് പൊടിച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈവിടാതെ ഇളക്കി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒത്തിരി അങ്ങ് തിക്കാകണ്ട, ചെറിയ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുറുകി കിട്ടുകയും വേണം. കാഷ്യൂനട്ടൊക്കെ ചേർക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് തന്നെ കുറുകി കിട്ടും ഇത്. പാല് നല്ല രീതിയിൽ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഡേറ്റ്സും ഒക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്ത ഏലക്കാപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ വാനിലയുടെ എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ഫ്ലേവറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ചസ് വരുത്തി തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി പാലിൻ്റെ ചൂടൊന്ന് ആറി വരണം. ചൂടാറി കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയും കുറച്ചും കൂടെ ഹെൽത്തി ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സബ്ജ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളത്തിൽ ഞാനതൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് സോക്കായി കിട്ടുകയും ചെയ്യും. ഈ ഷേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സീഡ് മെലനാണ്. ഞാൻ ഇതേ വലുപ്പമുള്ള ഒരു സീഡ് മെലൻ തന്നെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 4 പേർക്ക് നമുക്ക് വയറ് നിറച്ച് കുടിക്കാനുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് ഈ ഒരു അളവിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഈ ഇവ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തു നിന്നുള്ള ആ ഒരു പൾപ്പ് എടുക്കണം. നമ്മൾ കത്തി കൊണ്ട് തൊലിയൊക്കെ ചെത്തി എടുക്കുന്നതിനെക്കാട്ടി വളരെ എളുപ്പത്തിൽ ഇതിനകത്തെ പൾപ്പ് നമുക്ക് ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഒരു സ്വീറ്റ് മെലൻ മുഴുവനും ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. നല്ല ചുട്ടുപൊള്ളുന്ന ചൂടാണല്ലോ. ഈ ചൂടത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് നിറയുകയും ചെയ്യും. അതുപോലെ തന്നെ ശരീരം തണുക്കുകയും ചെയ്യും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഷേക്കാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യവുമില്ല. സ്വീറ്റ് മെലൻ്റെ അകത്തെയുള്ള കാമ്പ് മുഴുവനും സ്പൂൺ കൊണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ പാലിനകത്ത്, അതും കൂടെ ചേർത്ത് ലേശം പാലിലാണ് ആദ്യം ഇവയൊന്ന് അരച്ചെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആ ഡേറ്റ്സും അതുപോലെ തന്നെ സീഡ് മെലനും നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടും. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അടിച്ചെടുത്ത ആ ഒരു കൂട്ടി ഞാനൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള പാലൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 പേർക്ക് കുടിക്കത്തക്ക രീതിയിലാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മാത്രമേ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നട്ട്സൊക്കെ നമ്മൾ പൊടിച്ചൊക്കെ ചേർത്തത് കൊണ്ട് പിന്നീട് ഞാൻ വീണ്ടും നട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു കൂട്ടിലോട്ട് നമുക്ക് നട്ട്സൊക്കെ ചോപ്പ് ചെയ്ത് വേണമെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ അതൊക്കെ പൊടിച്ച് ചേർത്തത് കൊണ്ട് വീണ്ടും ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഷുഗർ ഉള്ളവർക്കാണെങ്കിലും ഇത് കുടിച്ചാൽ വളരെയധികം നല്ലത് തന്നെയാണ്. സ്വീറ്റ് മെലന് കുറച്ച് മധുരം കാണും. അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഡേറ്റ്സിൻ്റെ അളവ് കുറച്ചൊന്ന് കുറച്ച് കഴിഞ്ഞാൽ അവർക്കും കുടിക്കാനായിട്ട് വളരെയധികം നല്ലത് തന്നെയാണിത്.
ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നമുക്ക് ഇതിൽ ഒരു ഗ്ലാസ് തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണം മാറുകയും ചെയ്യും, നല്ല ഉന്മേഷം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മീൽ സ്കിപ്പ് ചെയ്തിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി. ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തിയിട്ട് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. റീഡ് മെലൺ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു തോടിനകത്തോട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് അതൊന്ന് പ്രസൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് തയ്യാറാക്കി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ആവുമ്പോൾ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാണാനും. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഷേക്ക് റെസിപ്പി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ല. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.